അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് മരിച്ച കുടുംബത്തിന്റെ സംസ്കാരം ഇന്നാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹങ്ങൾ വീടിനു സമീപത്തെത്തിച്ച് പൊതുദർശനത്തിന് വച്ചതിനു ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതേസമയം തന്നെ വീടിന് തീപിടിച്ചത് എസിയിൽ നിന്നുള്ള ഗ്യാസ് ചോർച്ച മൂലമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇന്നലെ പുലർച്ചെയാണ് അങ്കമാലി അങ്ങാടിക്കടവിൽ നാലംഗ കുടുംബം വെന്തു മരിച്ചത്. സുഗന്ധവ്യഞ്ജന വ്യാപാരിയായ ബിനീഷ്, ഭാര്യയും അധ്യാപികയുമായ അനുമോൾ, മക്കളായ ജൊവാന, ജസ്വിൻ എന്നിവരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പോലീസും ഫയർഫോഴ്സും KCB ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ സംഘവും പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. എസിയിൽ നിന്നുള്ള വാതക ചോർച്ചയാണ് തീപിടുത്തത്തിന് കാരണമായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അതേസമയം മരിച്ചവരുടെ സംസ്കാരം ഇന്ന് അങ്കമാലിയിൽ നടക്കും. മരിച്ച അനുമോളുടെ സഹോദരങ്ങളും ബന്ധുക്കളും വിദേശത്തു നിന്ന് എത്താനുണ്ട്. ഇവർ എത്തിയ ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ വീടിന് സമീപം എത്തിക്കും. പൊതുദർശനത്തിന് വെച്ച ശേഷം ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് വേണ്ടി എത്തിക്കും. തുടർന്നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്കാരത്തിന് ശേഷം പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ അനുശോചന യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രദേശവാസികളുമായി ആയിരക്കണക്കിന് ആളുകളാകും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക. ന്യൂസ് മലയാളം, കൊച്ചി.